Hello dear students, the next topic we are going to discuss is DVST, that is direct view storage tube. Okay, so in the last class we discussed about the working of CRT based video monitorൽ നമുക്ക് കിട്ടുന്ന ഇമേജ് കിട്ടുന്ന ലൈറ്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഫെയ്ഡ് ആയിപ്പോവും, അല്ലെങ്കിൽ ആ സ്ക്രീൻ പിക്ചർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഫെയ്ഡ് ആയിപ്പോവും. സോ അവിടെ പിക്ചർ കണ്ടിന്യൂസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി വി ആർ ഓൾവേസ് റിഫ്രഷിങ് ദ സ്ക്രീൻ. ദാറ്റ് മീൻസ് റിഫ്രഷിങ് മീൻസ് നമ്മൾ പിക്ചർ ഡെഫിനിഷനിൽ നിന്ന് ഇൻഫോർമേഷൻ റിട്രീവ് ചെയ്യുക, അത് യൂസ് ചെയ്ത് ലൈറ്റ് എമിറ്റ് ചെയ്ത് സ്ക്രീനിൽ ഒരു പിക്ചറിനെ ഡിസ്പ്ലേ ചെയ്യുക. വീണ്ടും നമ്മൾ റിഫ്രഷ് ചെയ്യുക മീൻസ് പിക്ചർ ഡെഫിനിഷനിൽ നിന്ന് ഇൻഫോർമേഷൻസ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി റിട്രീവ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഇവിടെ ഡയറക്റ്റ് വ്യൂ സ്റ്റോറേജ് ട്യൂബിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിവിടെ പിക്ചർ ഡെഫിനിഷൻ മെമ്മറിയിലല്ല സ്ക്രീനിന്, ദാറ്റ് മീൻസ് സി ആർ ടിയുടെ ഇൻസൈഡ് തന്നെ ആയിരിക്കും നമ്മളിത് സേവ് ചെയ്യുന്നത്. ഓക്കെ, സി ആർ ടിയുടെ ഇൻസൈഡിലായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞതിൽ റാസ്റ്റർ സ്കാനിലും റാൻഡം സ്കാനിൻ്റെ കേസിലാണെന്നുള്ളത് പിക്ചർ ഡെഫിനിഷൻ മെമ്മറിയിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ഹിയർ ഇൻ ദിസ് കേസ് ദ പിക്ചർ ഇൻഫോർമേഷൻ ഈസ് സ്റ്റോർഡ് ഇൻസൈഡ് ദ സി ആർ ടി. Okay, so here we are using two guns. First gun is used to store the picture and the next gun is used to maintain the picture display. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ പറഞ്ഞു നമ്മുടെ പിക്ചർ ഡെഫിനിഷൻ സി ആർ ടിയുടെ ഇൻസൈഡിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. സി ആർ ടി എൻവലപ്പിൻ്റെ ഇൻസൈഡിലൂടെ ചാർജ് ആയിട്ടായിരിക്കും ഇതിവിടെ സ്റ്റോർ ചെയ്യുന്നത്. ആ ചാർജ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഒരു ഗണ്ണിലായിരിക്കും. സോ ഇവിടെ നമ്മൾ ഒരു നോർമൽ ഇലക്ട്രോൺ ഗൺ കൂടാതെ ഒരു സെപ്പറേറ്റ് ഗൺ കൂടെ യൂസ് ചെയ്യും. ദാറ്റ് മീൻസ് ഇവിടെ 2 ഗൺസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് പ്രൈമറി ഗൺ. ആ പ്രൈമറി ഗണ്ണിലായിരിക്കും നമ്മളുടെ പിക്ചർ ഇൻഫോർമേഷൻ ഒരു ചാർജ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. ദെൻ ആ ഗണ്ണിൽ നിന്ന് ഇലക്ട്രോൺ ബീംസ് ഇങ്ങനെ യൂസ് ചെയ്തിട്ടായിരിക്കും റിഫ്രഷ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡറി ഗൺ അല്ലെങ്കിൽ ഫ്ലഡ് ഗൺ യൂസ് ചെയ്യുന്നത് പിക്ചർ ഇനിഷ്യലായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ദെൻ പ്രൈമറി ഗൺ യൂസ് ചെയ്തിട്ടായിരിക്കും ഇവിടെ റിഫ്രഷിങ് ചെയ്യുന്നത്. ദെൻ so it's an alternative method for maintaining a screen image. It is to store the picture information inside the CRT instead of refreshing the screen. A DVST stores the picture information as a charge distribution just behind the phosphor-coated screen. So here 2 electron guns are used. One is the primary gun. It is used to store the picture information or picture pattern as a charge. Then the second one is called the secondary gun or the flood gun, which is used to maintain the picture display. അതായത് നമ്മൾ സി ആർ ടിയുടെ വർക്കിങ്ങിൽ പഠിച്ച സി ആർ ടി ഇലക്ട്രോൺ ഗൺ ആണ് സെക്കൻഡറി ഗൺ ഓർ ഫ്ലഡ് ഗൺ. ദെൻ പ്രൈമറി ഗൺ യൂസ് ചെയ്യുന്നത് പിക്ചർ ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ആസ് എ ചാർജ്. ഓക്കെ, ദെൻ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്? ഹിയർ ദ മെയിൻ അഡ്വാൻറ്റേജ് ഈസ് നോ റിഫ്രഷിങ് ഈസ് നീഡഡ്. നമ്മൾ വീണ്ടും റിഫ്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇലക്ട്രോൺ ഗൺ യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഇലക്ട്രോൺ ഗണ്ണിൽ നിന്ന് വരുന്ന ഇലക്ട്രോൺ ബീം വെച്ചിട്ട് തന്നെ നമുക്ക് പിക്ചേഴ്സ് വീണ്ടും കാണാനായിട്ട് സാധിക്കും. മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അവിടെ. ദെൻ വെരി കോംപ്ലക്സ് പിക്ചേഴ്സ് ക്യാൻ ബി ഡിസ്പ്ലേഡ് അറ്റ് വെരി ഹൈ റെസൊല്യൂഷൻ വിതൗട്ട് ഫ്ലിക്കർ. ദെൻ ഡിസഡ്വാൻറ്റേജസ്: it is not used to display the color images നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് ദെൻ സെലക്റ്റഡ് പാർട്സ് ഓഫ് ദ പിക്ചർ കനോട്ട് ബി എറേസ്ഡ്. അതായത് നമ്മൾ ഇതിന് മുമ്പ് പഠിച്ച സി ആർ ടി വർക്കിങ്ങിൽ നമ്മൾ റാൻഡം സ്കാനിലും റാസ്റ്റർ സ്കാനിലും ഒക്കെ ആണെന്നുള്ളത് പിക്ചർ ഇൻഫോർമേഷൻ നമ്മൾ റിട്രീവ് ചെയ്യുന്നു പറഞ്ഞു. ആ കേസിൽ നമുക്ക് പിക്ചർ ഇൻഫോർമേഷൻ റിട്രീവ് ചെയ്യുമ്പോൾ ചില പാർട്സൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇറേസ് ചെയ്ത് കാണിക്കാം. ദാറ്റ് പാർട്സ് ഇറേസ് ചെയ്യാൻ മീൻസ് ആ പോർഷൻ പിക്ചർ ഇൻഫോർമേഷനിൽ നിന്ന് ആ പോർഷൻ്റെ പിക്ചർ ഇൻഫോർമേഷൻ നമ്മൾ റിഫ്രഷ് ബഫറിൽ നിന്ന് റീഡ് ചെയ്യാതിരുന്നാൽ മതി. ബട്ട് ഇൻ ദിസ് കേസ് നമ്മൾ പിക്ചർ ഇൻഫോർമേഷൻ സെപ്പറേറ്റഡ് അടുത്തല്ല, ഇൻസൈഡ് തന്നെ സ്റ്റോർ ചെയ്യുന്നത് കൊണ്ട് അതിനകത്ത് നമുക്ക് പെട്ടെന്ന് ഒരു പോർഷൻ മാത്രമായിട്ട് സെലക്ട് ചെയ്തിട്ട് റിഫ്രഷ് ചെയ്യാനോ അല്ലെങ്കിൽ സ്ക്രീൻ പിക്ചർ മെയിൻറ്റെയിൻ ചെയ്യാനോ പറ്റില്ല. ആൻഡ് ഫോർ എലിമിനേറ്റിംഗ് എ പിക്ചർ സെക്ഷൻ, ഒരു പിക്ചറിൻ്റെ ഒരു പാർട്ട് ആയിട്ട് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാനോ പറ്റത്തില്ല. കാരണം ഒരു പിക്ചറിൻ്റെ ഫുൾ ഇൻഫോർമേഷൻ നമ്മുടെ ഇലക്ട്രോൺ ഗണ്ണിലാണ് സ്റ്റോർ ചെയ്തേക്കുന്നത്. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തണമെങ്കിൽ ആ ഇലക്ട്രോൺ ഗണ്ണിൽ നമ്മൾ സ്റ്റോർ ചെയ്തേക്കുന്ന പിക്ചർ ഇൻഫോർമേഷൻ ഫുള്ളി ആയിട്ട് എറേസ് ചെയ്യേണ്ടി വരും. Okay, so the entire screen must be erased and the modified picture has to be redrawn, and this is a very time consuming process. Okay, മനസ്സിലായോ? നമ്മളിവിടെ പിക്ചർ ഇൻഫോർമേഷൻ സെപ്പറേറ്റ് പോർഷനിലാണ് സ്റ്റോർ ചെയ്തേക്കുന്നതെങ്കിൽ നമുക്കതിനകത്ത് പാർട്സ് മാത്രം സെലക്ട് ചെയ്ത് ഇറേസ് ചെയ്ത് ന്യൂ വൺ കൊണ്ട് മോഡിഫൈ ചെയ്യണം. ബട്ട് ഇവിടെ നമ്മൾ ഇലക്ട്രോൺ ഗണ്ണിലാണ് പിക്ചർ ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യുന്നത് ആൻഡ് ഇറ്റ് ഈസ് ആസ് എ ചാർജ് ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അതിനകത്ത് നമുക്ക് എഡിറ്റിംഗ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്തെങ്കിലും റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫുള്ളി ദാറ്റ് ചാർജ് അല്ലെങ്കിൽ പിക്ചർ ഇൻഫോർമേഷൻ നമ്മൾ റിട്രീവ് ചെയ്യേണ്ടി വരും. So this is all about direct view storage too. Okay, thank you.